+1 ഏകജാലകത്തിലേക്കുള്ള ആപ്ലിക്കേഷൻ അയക്കുന്നതിനുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ സൈറ്റിലോ അല്ലെങ്കിൽ ക്രോമിലോ HSCAP എന്ന് ടൈപ്പ് ചെയ്ത് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ hscap.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ്, ഹൗ ടു അപ്ലൈ ഓൺലൈൻ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് വരും. അപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അടുത്ത ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ സെലക്ട് സ്കീം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ SLC 2024-25 ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നതിലൂടെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതിനകത്ത് വരും. ചില ഡീറ്റെയിൽസുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അത് കാൻഡിഡേറ്റ് നെയിം എന്നുള്ളത് ഓൾറെഡി വന്നിട്ടുണ്ടാകാം, അല്ല വന്നിട്ടില്ല എങ്കിൽ കാൻഡിഡേറ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ പേരിന് ഇനിഷ്യൽ ഉണ്ടെങ്കിൽ സ്പേസ് കൊടുത്തുകൊണ്ട്, 2 ഇനിഷ്യൽ ഉണ്ടെങ്കിൽ 2 സ്പേസ് കൊടുത്തുകൊണ്ട് ആ രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ആ രീതിയിൽ കാൻഡിഡേറ്റ് നെയിം മുകളിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ കൺഫേം ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ് നെയിം താഴെയും കൊടുക്കുക. മന്ത് പാസ് എന്നുള്ളത് നമ്മൾ മാർച്ചിലാണെങ്കിൽ മാർച്ച്, ഇയർ പാസ് 2025 ആണെങ്കിൽ അത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായി അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഇയർ ആണ് വരുന്നതെങ്കിൽ ഇയറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം പറ്റും. പിന്നെ മന്ത്, അതുപോലെ ഡേറ്റ് എന്നുള്ള രീതിയിൽ, അതായത് ഇയർ, മന്ത്, ഡേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മൊബൈൽ നമ്പർ കൃത്യമായി കൊടുക്കേണ്ടതാണ്. അതുപോലെ മൊബൈൽ നമ്പർ ഒന്നുകൂടി കൺഫേം ചെയ്യണം. അതുപോലെ നമ്മുടെ ആ മൊബൈൽ നമ്പർ ഒരു 3 മാസമെങ്കിലും അതിനകത്ത് വാലിഡിറ്റിയൊക്കെയുള്ള മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിക്കണം. പേരൻസിൻ്റെ കഴിവതും പേരൻസിൻ്റെ ഉപയോഗിക്കുക. മോഡ് ഓഫ് അപ്ലിക്കേഷൻ സബ്മിഷൻ അത് സെലക്ട് ചെയ്യേണ്ടത് അത് ഹെൽപ്പ് ഡെസ്കിലൂടെയാണോ, സെൽഫായിട്ടാണോ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസി വഴിയാണോ എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ടൈപ്പ് ദ കോഡ്, താഴെയുള്ള ആ നമ്പർ കോഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ആയി. അത് കാൻഡിഡേറ്റ് ലോഗിൻ തയ്യാറായി. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വരും. അത് നമ്മുടെ ഡയറിയിലേക്ക് നോട്ട് ചെയ്ത് വെക്കണം. പിന്നീട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ കാൻഡിഡേറ്റ് ലോഗിനിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്വേഡ്, പുതിയ ന്യൂ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. ആ പാസ്വേഡ് കൺഫേം ചെയ്തതിന് ശേഷം ആ പാസ്വേഡ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. 8 ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. അതിനകത്ത് സ്മോൾ ലെറ്റേഴ്സ്, അതുപോലെ ലോവർ കേസും അപ്പർ കേസും വേണം. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും വേണം. അതുപോലെ നമ്പർ വേണം. അതുപോലെ ചിഹ്നങ്ങൾ വേണം. ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. 8 ലെറ്ററെങ്കിലും വേണമെന്നുള്ളതാണ് മൊത്തത്തിൽ ഈ ചിഹ്നങ്ങളടക്കമുള്ള നമ്പരടക്കമുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് ആ കാൻഡിഡേറ്റ് ലോഗിൻ. അത് പ്രഥമമായിട്ട് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നീട് ബാക്കിയുള്ള ആപ്ലിക്കേഷൻ സബ്മിഷൻ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്താൽ മതിയാവും. അപ്പോൾ OTP വരും. മൊബൈലിലേക്ക് OTP വന്നതിന് ശേഷമാണ് നമുക്ക് പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ കാൻഡിഡേറ്റ് ലോഗിൻ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി, കാൻഡിഡേറ്റ് ലോഗിൻ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കും. താങ്ക് യു.